പ്യുർ സ്ട്രീമിന്റെ G സീരീസിൽ വരുന്ന ഹോൾ ഹൗസ് ഫിൽറ്റേഴ്സിന്റെ ബാക്ക് വാഷ് പ്രൊസീജിയറാണ്. ഇതിൽ വരുന്ന സീരീസുകൾ ഒന്ന് സാൻഡ് ഫിൽറ്റർ, കാർബൺ ഫിൽറ്റർ, മിക്സഡ് വെസൽ, അയൺ റിമൂവർ. ഇതിനെല്ലാം സെയിം ആണ് പ്രൊസീജിയർ. അപ്പോൾ നമുക്ക് നോക്കാം. പമ്പിന്റെ ഔട്ടിലാണ് ഈ സിസ്റ്റം വയ്ക്കുക. പമ്പിന്റെ ഔട്ടിൽ വരുന്ന സിസ്റ്റം വെള്ളം ഇൻലെറ്റ് ഇവിടെയാണ് വരുന്നത്. ഇൻലെറ്റ് ഇതിലെ വന്ന് ഫിൽറ്റർ ആയതിനു ശേഷം വെള്ളം പോകുന്ന ടാങ്കിലേക്ക് പോകുന്നത് ഇതിലൂടെയാണ് മേലേക്ക് പോകുന്നത്. ഇത് വാഷ് ചെയ്തിട്ട് പോകുന്ന വെള്ളം ഈ വേസ്റ്റ് വാട്ടർ ഈ പൈപ്പിലൂടെയാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൾട്ടിപോർട്ട് വാൾവിന് ഒരു ഇൻലെറ്റും 2 ഔട്ടുമാണുള്ളത്. തിരിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ ഒരു ഔട്ട് ഉണ്ട്. ഇത് വേസ്റ്റ് പോകാനുള്ള ഔട്ട്ലെറ്റ് ആണ്. കൂടാതെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഫിൽറ്റർ ആയിട്ടുള്ള വെള്ളം ടാങ്കിലേക്ക് പോകുന്ന പൊസിഷൻ. പ്രഷർ റിലീസ് വാൾവ് വെച്ചിട്ടുണ്ട്. ഈ പ്രഷർ റിലീസ് വാൾവ് എന്ന് വെച്ചാൽ നമ്മൾ പമ്പിന്റെ ഔട്ട്പുട്ടിലാണ് ഈ വെസൽ വെക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ബാക്ക് വാഷിന് വേണ്ടിയിട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വാൾവ് തിരിക്കുമ്പോൾ ഇത് തിരിക്കുമ്പോഴുള്ള ആ ഡിലേ, ആ സമയത്തിൻ്റെ അകത്ത് ഒരു പ്രഷർ ജനറേറ്റ് ആവും. ആ പ്രഷർ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന വാൾവുകൾ 5 kg പ്രഷർ വരെ താങ്ങാനുള്ള കപ്പാസിറ്റി ഉള്ളതാണ്. എങ്കിലും നമ്മുടെയൊക്കെ പമ്പുകളുടെ കപ്പാസിറ്റി വളരെ കൂടുതലായതുകൊണ്ട് അതിനകത്തുനിന്ന് വരുന്ന വെള്ളത്തിന് ഏതിനെങ്കിലും പുറത്ത് പോയിട്ടില്ലെങ്കിൽ അതിവിടെ പ്രഷർ ക്രിയേറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ എപ്പോഴൊക്കെ നമ്മൾ ഈ വാൾവ് തിരിക്കുന്നു അപ്പോഴെല്ലാം ഈ പ്രഷർ റിലീസ് വാൾവ് ഓപ്പൺ ആക്കി ഈ പൊസിഷനിൽ വെക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഫിൽറ്റർ മോഡിലേക്കോ ക്ലീൻ ചെയ്യുന്ന സമയത്തോ ഇതിനെ വാൾവിനെ വീണ്ടും തിരിച്ച് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള സന്ദർഭത്തിൽ മാത്രമേ ഇതിൻ്റെ അകത്തൂടെ വെള്ളം കയറി പോവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇതൊരു ബൈപ്പാസ് വാൾവാണ്. വരുന്ന ഇൻപുട്ട് വാട്ടറിനെ തിരിച്ച് ഇതിലൂടെ തന്നെ കയറ്റിവിട്ട് വേസ്റ്റിലേക്ക് പോകുന്ന തരത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ whenever you want to turn this valve, just make it release. അപ്പോൾ എന്തായി? വെള്ളം വന്നത് ഇതിലൂടെ താഴേക്ക് പോയിക്കോളും. ഇവിടെ പ്രഷർ ക്രിയേറ്റ് ആവും. അടുത്തത് ഇവിടെ ഒരു എയർ റിലീസ് വാൾവ് വെച്ചിട്ടുണ്ട്. എയർ റിലീസ് വാൾവ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ലൈനിലോ അല്ലെങ്കിൽ പ്രഷർ വെസലിലോ കുടുങ്ങിക്കിടക്കുന്ന എയറിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാൾവാണിത്. അപ്പൊ ഇതിലുള്ള എയർ മുഴുവൻ ഇതിലൂടെ കടന്ന് മുകളിലേക്ക്. അടുത്ത് നമ്മളിവിടെ കാണുന്നത് ഒരു പ്രഷർ ഗേജാണ്. നമ്മൾ ഈ പ്രഷർ വെസലിലൂടെ ഇൻപുട്ട് വാട്ടർ കടത്തിവിട്ട് ഇത് ഫിൽട്രേഷൻ ആയതിനു ശേഷമാണ് ഔട്ട്പുട്ടിലേക്ക് വെള്ളം പോകുന്നത്. അപ്പൊ നമ്മൾ കടത്തിവിടുന്ന വെള്ളത്തിനുള്ള ചെളിയെല്ലാം ഇതിനകത്ത് ബ്ലോക്ക് ആവും. അപ്പൊ ഇങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ ബ്ലോക്ക് ആവുമ്പോൾ ഇതിലൂടെ പോകുന്ന വെള്ളത്തിന്റെ അളവ് കുറയും. സ്വാഭാവികമായിട്ടും അപ്പോൾ പ്രഷർ കൂടും. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ ഡയറി. ഇനീഷ്യലി നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബിലോ 10 ഒക്കെ ആയിരിക്കാം പല സ്ഥലത്തും ഉണ്ടാവുക. അത് ഡിപ്പെൻസ് അപ്പോൺ നമ്മളുടെ ബിൽഡിങ്ങിന്റെ ഹൈറ്റിനനുസരിച്ചിരിക്കും ഇതിനകത്ത് വരുന്ന പ്രഷർ കാണിക്കുന്നത്. വളരെ കുറവായിരിക്കും. പക്ഷെ ഗ്രാജുവലി ഇതിനകത്ത് വെള്ളം കടത്തി വിട്ടുകൊണ്ട് ഫിൽട്രേഷൻ നടക്കുമ്പോൾ സെഡിമെന്റ്സ് മുഴുവൻ ഇതിനവിടെ ബ്ലോക്ക് ആകും. ആ വേഗതയിൽ വെള്ളം മുകളിലേക്ക് പോവാതാവുകയും ചെയ്യുമ്പോൾ മോട്ടറിനുള്ള പ്രഷർ ഇവിടെ കാണിക്കും. അപ്പോൾ ഇത് കൂടി വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ബാക്ക് വാഷിനുള്ള സമയമായിട്ടുണ്ടെന്ന്. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഒരു പ്രഷർ ഗേജ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ ഈ മൾട്ടിപോർട്ട് വാൾവ്. ഇതിന് 3 പൊസിഷനാണുള്ളത്. ഒന്ന് സർവീസ് മോഡ്, 2 ഇവിടെ നോക്കിയാൽ കാണാം ബാക്ക് വാഷ്, 3 റിൻസ്. ഇതിൽ സർവീസ് മോഡിലാണ് നമ്മുടെ വെള്ളം ഫിൽറ്ററായി മുകളിലെ ടാങ്കിലേക്ക് പോവുക. 2ാമത്തെയും 3ാമത്തെയും അതായത് ബാക്ക് വാഷും റിൻസും മോഡിൽ ഇതിലെ വെള്ളം വേസ്റ്റ് വാട്ടറിലായിട്ട് താഴേക്കാണ്, നമുക്ക് വേസ്റ്റിലേക്കാണ് പോകുക. ഇതിൽ സിമ്പിളാണ്. സർവീസ് മോഡിൽ ഇതിലെ വന്ന് വീഴുന്ന വെള്ളം ഇതിനകത്ത് നിറച്ചിട്ടുള്ള മീഡിയയിലൂടെ ഫിൽറ്ററായി ഇതിന്റെ സെന്ററിൽ ഒരു പൈപ്പ് ഉണ്ട്. ആ പൈപ്പിലൂടെ കടന്ന് നമ്മൾ മേലേക്ക് പോകാൻ. എന്നാൽ
ബാക്ക് വാഷ് പ്രൊസീജിയറിൽ ഇടുമ്പോൾ ഇതിലോ കടന്നു പോകുന്ന വെള്ളം ഇതിന്റെ സെന്റർ പൈപ്പിലൂടെ താഴേക്ക് പോയി അവിടെ നിന്ന് ഈ മീഡിയം മുഴുവൻ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് അതിനകത്ത് കുടുങ്ങിയിട്ടുള്ള അഴുക്കും ചെളിയും എല്ലാം ഇളക്കി മറിച്ചുകൊണ്ട് മുകളിലേക്ക് വെള്ളം വരും. സ്വാഭാവികമായിട്ടും അതിലുള്ള ചെളിയെല്ലാം കലങ്ങിയിട്ട് ഏതിലെ പോവും? ഈ വേസ്റ്റ് വാട്ടറിലൂടെ. അടുത്ത പൊസിഷൻ റിൻസിലും ആക്ച്വലി വെള്ളം വേസ്റ്റ് വാട്ടറിലൂടെ തന്നെ പോകുന്നത്. പക്ഷെ വെള്ളത്തിന്റെ ഫ്ലോ ഡയറക്ഷൻ സർവീസ് മോഡിലുള്ള അതേത് തന്നെയാണ്. മേലേക്ക് വീണിട്ടുള്ള വെള്ളം ഫിൽറ്റർ ബെഡിലൂടെ ഇറങ്ങി അടിയിൽ ഏറ്റവും താഴെ എത്തി സ്ട്രെയിനറിലൂടെ കടന്നു വന്ന് വീണ്ടും പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് പകരം നേരെ വേസ്റ്റ് വാട്ടർ ലൈനിലേക്ക് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ബാക്ക് വാഷ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ പൊസിഷൻ ഇവിടെ സർവീസിലാണ് നിങ്ങളുടെ സ്വാഭാവികമായിട്ടും ടാങ്കിലേക്ക് ഫിൽട്രേഷൻ നടന്നു പോകുന്ന പൊസിഷനിൽ ഉണ്ടാകും. ഇതിനെന്താ, ഇത് ക്ലോസ്ഡ് പൊസിഷനിൽ ഉണ്ടാവും. ഇപ്പോഴ് വെള്ളം ഇതിലെ വന്ന വെള്ളം ഇതിലൂടെ ഫിൽറ്ററായി ഇവിടുന്ന് ടാങ്കിലേക്ക് മുകളിലേക്ക് പോകും. ഇതെങ്ങനെയാണ് ബാക്ക് വാഷിലേക്ക് കൊണ്ടുവരിക? ആദ്യം ചെയ്യേണ്ടത് ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ബാക്ക് വാഷിലേക്ക് ചെയ്യാൻ പറ്റും. ഇതിനെ റിലീസ് ചെയ്യാം. സോ ഇവിടെ വരുന്ന ഇൻപുട്ട് വാട്ടർ ഇതിലെ കടന്നു പോകുന്നതുകൊണ്ട് ഇവിടെ പ്രഷർ ഉണ്ടാവില്ല. ഈ പ്രഷർ ഗേജും താഴേക്ക് പോയിട്ടുണ്ടാവും. ഇതിനെ തിരിച്ച് സെക്കൻഡ് പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ബാക്ക് വാഷ് എന്നുള്ള പൊസിഷനിലേക്ക് കൊണ്ടുവരാം. അപ്പോഴെന്ത് സംഭവിക്കും? ഇനി വെള്ളം പോകുന്ന പൊസിഷൻ എങ്ങനെയാ? ഇതിലൂടെ വന്ന് താഴെ പോയി സ്ട്രെയിനറിലൂടെ പുറത്തേക്ക് വന്ന് ഫിൽറ്റർ ബെഡിനെ വാഷ് ചെയ്തുകൊണ്ട് വെള്ളം മുകളിലേക്ക് വരും. പക്ഷെ അത് വരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രഷർ റിലീസ് വാൾവ് ക്ലോസ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ വെള്ളം ഇങ്ങോട്ട് വരുള്ളൂ. ഇങ്ങനെ വരുന്ന വെള്ളം വാഷ് ചെയ്തിട്ട് ആ ചെളിയോടുകൂടി വേസ്റ്റ് വാട്ടറിലേക്കാണ് താഴേക്ക് പുറത്തേക്ക് പോകും. ഇത് കുറേ സമയം കഴിഞ്ഞാൽ വെള്ളം തെളിഞ്ഞു തുടങ്ങും. വെള്ളം തെളിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ പ്രഷർ റിലീസ് വാൾവ് താഴേക്ക് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം മൂന്നാമത്തെ പൊസിഷനായുള്ള റിൻസിലേക്ക് കൊണ്ടുവരിക. റിൻസിൽ കൊണ്ടുവന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇപ്പോഴെങ്ങനെയാണ് വെള്ളം വരുന്നത്? ഇൻപുട്ടിലൂടെ വന്ന വെള്ളം ഫിൽറ്റർ ബെഡിലൂടെ കടന്നു വന്ന് സ്റ്റെയിനറിലൂടെ കടന്നുപോയി സെൻട്രൽ പൈപ്പിലൂടെ തിരിച്ച് വീണ്ടും വേസ്റ്റ് വാട്ടറിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് കൊടുക്കണം. ക്ലോസ് ചെയ്ത് കൊടുക്കുമ്പോൾ വെള്ളം വാഷായിട്ട് അതിനകത്ത് ഇളകി കിടക്കുന്ന ചെളി മുഴുവൻ ഈ വേസ്റ്റ് വാട്ടർ പൈപ്പിലൂടെ പുറത്തേക്ക് പോകും. ഇനി നമ്മളുടെ സ്വാഭാവികമായിട്ടും ഈ 2ഉം 3ഉം പൊസിഷനാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. പക്ഷെ പല സമയങ്ങളിലും നിങ്ങൾ വൈകുകയോ അതായത് സമയാസമയങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലുള്ള ചെളിയുടെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ ഈ 2ാമത്തെയും 3ാമത്തെയും പ്രൊസീജിയർ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. 2 or 3 പ്രാവശ്യം വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാം. മാത്രമല്ല ഇവിടെ സമയം നോക്കുകയാണെങ്കിൽ ബാക്ക് വാഷിന് ഉപയോഗിക്കുന്ന സമയം അതിനേക്കാളും ഒരു 1/3 സമയം മതി റിൻസിൽ ഇടുന്നത്. അതിനുശേഷം റിൻസിൽ ഇട്ടതിന് ശേഷം മാത്രമേ നമ്മൾ സർവീസിൽ മോഡിലേക്ക് വരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ എന്താ, ഇളകി കിടന്നുള്ള ചെളി നമ്മുടെ ടാങ്കിലേക്ക് മേലേക്ക് കയറിപ്പോകും. ഫസ്റ്റ് പൊസിഷനിലേക്ക് തിരിച്ചു പോവുക. ഇപ്പോൾ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് വേസ്റ്റ് വാട്ടറിലാണ്. ഇതിനെ പ്രഷർ റിലീസ് ചെയ്യുക, എന്നിട്ട് വീണ്ടും തിരിച്ച് സർവീസ് മോഡിലേക്ക് തന്നെ തിരിച്ചിടുക. എന്നിട്ട് പ്രഷർ റിലീസ് വാൾവ് ക്ലോസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മളുടെ വെള്ളം ഫിൽറ്ററായി ടാങ്കിലേക്ക് തന്നെ. ഇനി ഇത് എപ്പോഴൊക്കെയാണ് ഇതിന് ബാക്ക് വാഷ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം, മിനിമം 1 വീക്കിൽ വൺസ് ചെയ്യുന്നത് ഒരു തമ്പ് റൂളാക്കി നമുക്ക് വെക്കാം. ബട്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ വാട്ടർ ക്വാളിറ്റി. കൂടുതൽ ചെളിയുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിൽ ഇടയ്ക്കിടയ്ക്ക് ബാക്ക് വാഷ് ചെയ്യേണ്ടി വരാം. അത് നിങ്ങൾ ബാക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം ചെളി പോകുന്നുണ്ട് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എന്നാൽ മാസത്തിലൊരിക്കൽ ബാക്ക് വാഷ് ചെയ്യുന്ന സ്ഥലങ്ങളുമുണ്ട്. പക്ഷെ എങ്ങനെയാണ് നമ്മളുടെ വെള്ളത്തിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് മാത്രമല്ല കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും ഇത് മാറും. മഴക്കാലത്ത് ചിലപ്പോൾ വെള്ളം നന്നായിട്ട് കലങ്ങി വരും, ഓപ്പൺ വെള്ളമൊക്കെ ആണെങ്കിൽ. അപ്പോൾ കൂടുതൽ പ്രാവശ്യം ബാക്ക് വാഷ് ആണെങ്കിൽ കൂടുതൽ ചെളി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്താൽ മതി. സോ ദാറ്റ്സ് വാട്ട് ഐ ആം സെയിങ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ടോട്ടലി അപ്പോൺ യുവർ വാട്ടർ ക്വാളിറ്റി. ഒരു വൺസ് ഇൻ എ വീക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ഒരു തമ്പ് റൂളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്.